സങ്കീർത്തനങ്ങൾ 17-15 വാക്യം. ഞാനോ നീതിയിൽ നിന്റെ മുഖത്തെ കാണും, ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാകും. ജീവവചന പ്രഭാത ധ്യാന ചിന്തയിലേക്ക് എല്ലാ കൂടപ്പിറപ്പുകൾക്കും സ്വാഗതം. ഞാനും നീതിയിൽ ദൈവമുഖം കാണും എന്നൊരു വിഷയമാണ് നാം ചിന്തിക്കുന്നത്. പ്രാർത്ഥനയോടെ ദൈവവചനം ശ്രദ്ധിച്ചാൽ കൂടപ്പിറപ്പുകളെ 2 കൂട്ടം ആൾക്കാർ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നിട്ടുണ്ട്, ഇന്ന് ജീവിക്കുന്നു. നീതിമാന്മാർ, ദുഷ്ടന്മാർ എന്നിങ്ങനെ 2 കൂട്ടം മനുഷ്യർ. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ഭൗതികർ, ആത്മീയർ. ഭൗതികരെ ആ കൂട്ടത്തിൽ വീണ്ടും 2 തരത്തിലുള്ളവരുണ്ട് എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതിങ്ങനെയാണ്: പ്രാകൃതർ, ജഡീകർ. ഭൗതികരുടെ ജീവിത ലക്ഷ്യം ഈ ലോകവും ഇവിടെയുള്ള വസ്തുവകകളും സുഖസൗകര്യങ്ങളും ഒക്കെ സ്വന്തമാക്കുക, അതൊക്കെ അനുഭവിക്കുക എന്നുള്ളത് മാത്രമാണ്. എന്നാൽ ആത്മീയരുടെ ജീവിതത്തിൽ ലക്ഷ്യം ഇവിടെയുള്ളതോ ഇവിടത്തേക്കുള്ളതുമായ യാതൊന്നുമല്ല. തങ്ങൾക്ക് വേണ്ടി താണഭൂമിയിലേക്ക് ഇറങ്ങി വരികയും തൻ്റെ ക്രൂശുമരണത്താൽ തങ്ങളെ അടിമത്തത്തിൽ നിന്ന് സ്വതന്ത്രരാക്കി തൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങി ആ തങ്ക നിണത്താൽ കഴുകി ശുദ്ധീകരിച്ച് തനിക്ക് വേണ്ടി സ്വന്തമാക്കി തൻ്റെ ആത്മാവിനാൽ ഒരുക്കി കാത്തിരിക്കുന്ന തങ്ങളുടെ പ്രാണപ്രിയന്റെ വരവും അവൻ്റെ മുഖം കണ്ട് ആനന്ദിക്കുകയും ചെയ്യുക എന്നുള്ളതും മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഭക്തൻ സാക്ഷ്യപ്പെടുത്തുന്നത്, ഞാനോ നീതിയിൽ നിന്റെ മുഖത്തെ കാണും, ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാകും. ഞാനോ എന്ന് ഭക്തൻ തന്നെ തന്നെ പ്രസ്താവിക്കുന്നതും ശ്രദ്ധിക്കുക. എന്നെ സംബന്ധിച്ചോ എന്ന അർത്ഥത്തിലാണ് ഞാനോ എന്ന് താൻ പറയുന്നത്. ഞാൻ ഭൗതികരുടെ ഉയർച്ചയിലോ സുഖലോലുപതയിലോ സമൃദ്ധിയിലോ ഒന്നും അസൂയപ്പെടുന്നില്ല. അത് താൽക്കാലികമാണ്, ഇവിടം കൊണ്ട് തീരുന്നതാണ് എന്നെനിക്കറിയാം. എന്നാൽ ഇതിനേക്കാൾ ഒക്കെ വളരെ വളരെ നല്ല ഒരു ഭാവിയും പ്രത്യാശയും പദവിയും എനിക്കുണ്ട്. ഞാൻ നീതിയിൽ നിന്റെ മുഖത്തെ കാണും, ഞാൻ നിന്റെ സ്വരൂപത്തിൽ ഉണരും, ഞാൻ നീതിയുടെ ഭാഗമാകും, ഞാൻ സംതൃപ്തനാകും, ഞാൻ മഹാകാകള ശബ്ദത്തിങ്കൽ ഉണരും എന്നിങ്ങനെയുള്ളതെല്ലാം ഭക്തന്റെ പ്രത്യാശയാണ്. ഇതാണ് ഭക്തന്റെ പ്രത്യാശ. പ്രിയരെ, പ്രാണപ്രിയന്റെ വരവിനായി ഒരുങ്ങി കാത്തിരിക്കുന്ന, പ്രാണപ്രിയയുടെ മുഖം കാണാൻ കാത്തിരിക്കുന്ന ആ പ്രിയന്റെ ആഗ്രഹത്തെക്കുറിച്ച് ഉത്തമഗീതത്തിൽ നമുക്ക് കാണാൻ കഴിയും. പാറയുടെ പിളർപ്പിലും കടുന്തൂക്കിന്റെ മറവിലും ഇരിക്കുന്ന എൻ്റെ പ്രാവേ, ഞാൻ നിന്റെ മുഖം ഒന്ന് കാണട്ടെ, നിന്റെ സ്വരം ഒന്ന് കേൾക്കട്ടെ. നിന്റെ സ്വരം ഇമ്പമുള്ളതും മുഖം സൗന്ദര്യമുള്ളതുമാകുന്നു എന്നാണ് അവിടെ നമുക്ക് വായിക്കാൻ കഴിയുക. വീണ്ടെടുക്കപ്പെട്ട ഒരുക്കമുള്ളവർ പ്രിയന്റെ മുഖം കാണാൻ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ പ്രാണപ്രിയനും തനിക്ക് വേണ്ടി ഒരുങ്ങി കാത്തിരിക്കുന്നവരുടെ മുഖം കാണാൻ വാഞ്ചിച്ചിരിക്കുന്നു. മോശ പാറയുടെ പിളർപ്പിൽ മറഞ്ഞതുപോലെ, പ്രാവ് പാറയുടെ പിളർപ്പിൽ മറഞ്ഞിരിക്കുന്നത് പോലെ ആത്മീയരായ ദൈവമക്കളും ക്രിസ്തുവിൽ വസിക്കേണ്ടവരാണ്. നാം ഇന്ന് ആത്മീയമായി ക്രിസ്തുവാകുന്ന പാറയുടെ മറവിൽ മറഞ്ഞിരിക്കുന്നവരാണ് എന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തിന് മഹത്വം അർപ്പിക്കുക. ക്രിസ്തുവിൽ മറയുന്ന 2 അനുഭവം ഒരു വിളിക്കപ്പെട്ട അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവപൈതലിനുണ്ട്. അതിലൊന്ന്, രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ നാം ക്രിസ്തുവിൽ ആയിത്തീരുന്നു എന്നുള്ളതാണ്. 2ാമത്, അങ്ങനെ ഭൂമിയിൽ ക്രിസ്തുവിൽ വസിക്കുന്നവർ ഇവിടെ മരണം വരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ജീവൻ സ്വർഗത്തിൽ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുമെന്ന് ദൈവവചനം പഠിപ്പിക്കുന്നു. കൊലോസ്യലേഖനത്തിൽ വായിക്കുന്നു, നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായി ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോട് കൂടെ തേജസ്സിൽ വെളിപ്പെടും. അർത്ഥാൽ ഒരു നീതിമാൻ മരിച്ചാൽ ആ മരണത്തിലും അവന് പ്രത്യാശയുണ്ട്. സദൃശ്യവാക്യങ്ങൾ വായിക്കുന്നു, ദുഷ്ടന് തൻ്റെ ദുഷ്ടതയിൽ വീഴ്ച വരുന്നു, നീതിമാനോ മരണത്തിലും പ്രത്യാശയും. നീതിമാന്റെ മരണത്തെ ഉറക്കമെന്നും മരണത്തിൽ നിന്നുള്ള ഉയർപ്പിനെ ഉണരുക എന്ന പദം കൊണ്ടും ബൈബിളിൽ പരാമർശിച്ചിരിക്കുന്നു. ദുഷ്ടൻ തൻ്റെ ദുഷ്ടതയിൽ മരിച്ചാൽ അവൻ നിത്യമരണത്തിന് കീഴ്പ്പെട്ടിരിക്കുന്നു. എന്നാൽ നീതിമാൻ മരിച്ചാൽ അവൻ ഉണരുവാൻ വേണ്ടിയുള്ള ഒരു ഉറക്കം എന്ന വിശ്രമത്തിലേക്കാണ് പ്രവേശിക്കപ്പെടുന്നത്.
യോഹന്നാന്റെ സുവിശേഷത്തിൽ ഇതിനെക്കുറിച്ച് വായിക്കുന്നത് ഇങ്ങനെയാണ്: നമ്മുടെ സ്നേഹിതനായ ലാസർ നിദ്ര കൊള്ളുന്നു, എങ്കിലും ഞാൻ അവനെ ഉണർത്തുവാൻ പോകുന്നു എന്നാണ് ലാസറിന്റെ മരണത്തെക്കുറിച്ച് കർത്താവായ യേശു ക്രിസ്തു പ്രസ്താവിച്ചിരിക്കുന്നത്. പ്രിയരെ, നീതിമാൻ തൻ്റെ മരണത്തിൽ നിന്ന് പുനരുത്ഥാനം പ്രാപിക്കും എന്ന പ്രത്യാശയിലാണ് തൻ്റെ നിദ്രയിലേക്ക് പ്രവേശിക്കുന്നത്. താൻ പുനരുത്ഥാനം പ്രാപിക്കുന്നത് നീതിയിൽ ദൈവമുഖം ദർശിക്കേണ്ടതിന് വേണ്ടിയാണ്. അതുതന്നെ ദാവീദ് എന്ന ഭക്തനും വിശ്വസിക്കുകയും പ്രസ്താവിക്കുകയും ചെയ്തിരുന്നു. സങ്കീർത്തനത്തിൽ വായിക്കുന്നത്: ഞാനോ നീതിയിൽ നിന്റെ മുഖത്തെ കാണും, ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാകും. നമ്മുടെ പ്രത്യാശ ഇപ്രകാരമുള്ളതാണോ? അതോ ഈ ലോകത്തിലെ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടിയും ഉയർച്ചയ്ക്ക് വേണ്ടിയുമുള്ളതുമാണോ? ജീവിതത്തിൽ എന്തിനെല്ലാം കുറവ് വന്നാലും പ്രിയരെ, നീതിമാന്റെ പ്രത്യാശയ്ക്ക് കുറവ് വരരുത്. നീതിമാന്റെ അവകാശമാണ് നീതിയിൽ ദൈവത്തിന് മുഖത്തെ കാണും, അവന്റെ രൂപം കണ്ട് തൃപ്തനാകുമെന്നത്. അതുകൊണ്ട് കൂടപ്പിറപ്പുകളെ, പാപവും ശാപവും മരണവും എല്ലാം നിത്യമായി നീങ്ങിപ്പോകുന്ന ഒരു കാലം നമുക്ക് മുൻപിൽ വെളിപ്പെടുവാൻ പോകുന്നു. അന്ന് നാം നേരിൽ നമ്മുടെ ദൈവത്തിൻ്റെ മുഖം കണ്ട് തൃപ്തരായിത്തീരും. മറ്റുള്ളവർ എങ്ങനെയായി തീരുമെന്നുള്ളതല്ല, ഞാൻ എങ്ങനെയായിത്തീരും എന്നതിനെക്കുറിച്ച് പ്രിയരെ ഒരു ഉറപ്പ് നമുക്കുണ്ടാകണം. ദാവീദിനെ പോലെ നമുക്കും പറയുവാൻ ഇടയാകണം: ഞാനോ നീതിയിൽ അവൻ്റെ മുഖം കാണും, ഞാൻ ഉണരുമ്പോൾ അവൻ്റെ രൂപം നേരിൽ കണ്ട് തൃപ്തനാകും. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല ദിവസം പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനം ശ്രദ്ധയോടെ കേട്ട് ധ്യാനിക്കുവാൻ ഞങ്ങൾക്ക് നൽകി തന്ന അവസരത്തിനായി സ്തോത്രം. ഞങ്ങളുടെ ഭാഗികരമായ പ്രത്യാശയെ ഉണർത്തുന്ന ചിന്തകൾ ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നീതിമാന്മാരുടെ അവകാശം പ്രാപിപ്പാൻ ഞങ്ങൾക്കിടയാകണം. ഞങ്ങൾ നീതിയിൽ ദൈവമുഖം കാണും എന്നുള്ള ബോധ്യത്തോടെ ഞങ്ങളുടെ വിശുദ്ധ ജീവിതം നയിച്ച് പ്രത്യാശയിൽ നിലനിൽക്കുവാൻ ഞങ്ങൾ എല്ലാവരും പ്രാപ്തരാകും. ഇന്നു പകൽ ആരും നിരാശയ്ക്ക് അടിമപ്പെടാൻ, തകർന്നു പോകാൻ അനുവദിക്കരുത്. യേശുക്രിസ്തുവിന്റെ നാമത്തിന്റെ അധികാരം അങ്ങയുടെ മക്കളുടെ മേൽ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്നു. ജനം അനുഗ്രഹിക്കപ്പെടട്ടെ, ജനം വിടുവിക്കപ്പെടട്ടെ. ഇന്നിൻ്റെ ആവശ്യങ്ങളെപ്പ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ നിറവേറ്റിക്കൊടുത്ത് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട അവൻ കൃപയ്ക്കായി സ്തോത്രം. സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്നു യേശുക്രിസ്തുവിന്റെ ധന്യമായ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നു. ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയരെ, വചനത്താൽ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മൾ വാഴ്ചപ്പെട്ട കർത്താവിൻ്റെ വരവടുത്തിരിക്കുന്നതിനാൽ അവൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ.